പ്രത്യക്ഷത്തിൽ ഒരാളെ കൊന്നുകൊണ്ട് നമ്മൾ തീർക്കുന്നത് രണ്ടുപേരുടെ പട്ടടയാ. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായോ? അവളെ നമ്മള് മാനസികമായും ശാരീരികമായും എത്രയോ വട്ടം കൊന്നിരിക്കുന്നു. എന്നിട്ട് ഒരു തരി പോലും കുറയുന്നില്ലല്ലോ അവളുടെ മാനസിക നില. പലപ്പോഴും ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവളുടെ ചങ്കൂറ്റത്തിന് മുന്നില്. കത്തിയ വെണ്ണീറിൽ നിന്ന് വരെ ഉയർന്നു വരുന്നവളാ ശാലിനി. അവളെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു ആയുധവും അവൾക്ക് നമ്മൾ വിധിക്കുന്ന മരണം തന്നെ. ഇത് ആനപ്പാപ്പാനല്ല ചിറ്റപ്പ, ആനയാ. അതും ഒരുപാട് സ്വാധീനവും സംരക്ഷണവും ഒക്കെയുള്ളൊരാന. മരണം ഉറപ്പാക്കുന്നത് വരെ ഒടുക്കത്തെ ചടങ്ങായിരിക്കും. ഒരു ചെറു വിരല് പിഴച്ച 10 വിരലും അരിഞ്ഞു വീഴുന്ന അവസ്ഥ. അത് മനസ്സിൽ കണ്ടിട്ട് വേണം ഓരോ കടമ്പയും കടക്കാനായിട്ട്. എടി, ഇവിടെ പറയാവുന്ന പ്രയോഗം മറ്റൊന്നാ. ഈ MA മലയാളം എടുത്തു നിൽക്കുന്നവനെ ഹരിശ്രീ എഴുതാൻ പഠിപ്പിക്കണ്ടല്ലോ. അവനത് ഉചിതം പോലെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. വിഷ്ണുവിന്റെ പേരിൽ നമ്മൾ നടത്തിയത് സാമ്പിൾ വെടിക്കെട്ടാണെങ്കിൽ ശാലിനിക്ക് വേണ്ടി നടത്താൻ പോകുന്നത് കൂട്ടയാ. കൂട്ട വെടിക്കെട്ട്. അതിലവള് തീരണം. താനാ മോർച്ചറിയിലെ ജീവനക്കാരനല്ലേ? താനെന്താ ഇവിടെ? എന്റെ ജോലി പോവോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ആ കളക്ടർ മാഡം വന്നിരുന്നു. മരിച്ച പെൺകുട്ടിയുടെ ബോഡിയെ കുറിച്ചൊക്കെ ചോദിച്ചു. എന്നിട്ട് താൻ വല്ലതും പറഞ്ഞോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളെക്കുറിച്ചൊക്കെ എടുത്തെടുത്ത് ചോദിച്ചു. എവിടെ പോയി ഒളിച്ചാലും പുറകെ ഉണ്ടാവുമെന്നും പറഞ്ഞു. എടീ, ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ആയുസിന്റെ അരി അവള് തന്നെ എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരിക. ഇനിയും അവളെ സഹിക്കണോ? മരണം ഉറപ്പാക്കാൻ വേണ്ടത് 2 മിനിറ്റാ. പക്ഷേ അത് ഉറപ്പാക്കിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫും. നീ വല്ല വിടുവായുത്തരം വിളിച്ചു പറഞ്ഞോ? ആ, ഞാൻ അവിടെ ഇവിടെയും തൊടാതെ മറുപടി പറഞ്ഞു. അതെങ്ങനെയാന്ന് വെച്ചാ ഇലയ്ക്ക് മുള്ളിന് കേടില്ലാതെ. ഞാൻ ആരാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ. അയ്യോ വേണ്ട മാഡം, എന്താ ആവശ്യമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾ വന്നത് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട പ്രിയ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിയാനാ. അത് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ഒരു കളക്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട് വരണമെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യം കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. അതുകൊണ്ട് എനിക്ക് സത്യസന്ധമായ ഒരു വിവരണം കിട്ടണം. എന്താ പ്രിയയുടെ ബോഡിക്ക് സംഭവിച്ചത്? അത് പിന്നെ ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് മാഡം. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. എനിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല. നിങ്ങൾ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറയുന്നില്ല. 1-2 പേര് ഇവിടെ വന്നിരുന്നു. ആക്സിഡന്റ് മരണപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടിയുടെ ബോഡി ഉണ്ടോന്ന് ചോദിച്ച്. ഇവിടെ എന്താ അങ്ങനെ ബോഡി കൊടുക്കുന്ന ഏർപ്പാടുണ്ടോ? അയ്യോ, അങ്ങനൊന്നും ഇല്ല മാഡം. ഇതവര് ഈ പെൺകുട്ടിയുടെ ബോഡി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെ വന്നവരാണ്. അത് ആരാണെന്ന് മനസ്സിലായോ? ആ, ഇല്ല. ഈ കണ്ട പോലീസുകാരനാണെന്ന് തോന്നുമായിരുന്നു. ഒരാൾക്ക് കുറച്ച് പൊക്കമുണ്ട്, പക്ഷെ പോലീസല്ല. ഈ കൂടെ ഉണ്ടായിരുന്നത് ഒരു ലേഡിയാണോ? ചോദിച്ചത് കേട്ടില്ലേ? കൂടെ ഉണ്ടായിരുന്നത് ലേഡിയാണോന്ന്. അത് പിന്നെ ആണോന്ന് ചോദിച്ചാ. ഒരു ജില്ലയിലെ പോലീസിനെ മുഴുവൻ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്ന ആളാ നിൽക്കുന്നത്. കള്ളം പറഞ്ഞാലേ തൂക്കിയെടുത്ത് അകത്തിടാൻ മേഡം ഒരു വാക്ക് പറഞ്ഞാ മതി. അയ്യോ, അതെനിക്കറിയാം. എങ്കിൽ പറ, കൂടെ വന്നത് ലേഡിയാണോ? അതെ. അവരെന്താ ആവശ്യപ്പെട്ടത്? അത് പ്രിയ എന്ന പെൺകുട്ടിയുടെ ബോഡി അവർക്ക് വേണമെന്നാ പറഞ്ഞത്. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവരത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് താനതെന്താ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത്? മാഡം, ജീവനിൽ ആർക്കാ കൊതിയില്ലാത്തത്? എന്റെ
കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന് പറയുന്നവർക്കെതിരെ ഞാൻ എങ്ങനെയാ എന്തെങ്കിലുമൊക്കെ പറയുന്നത്? ഇനി അവരെ കണ്ടെത്താൻ തിരിച്ചറിയോ? അത്ര ഓർമ്മ കിട്ടുന്നില്ല. ശരി, എന്നാ ഇനി അവര് വരികയാണെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ജില്ലാ കളക്ടറാ പറയുന്നത്. പറഞ്ഞത് മനസ്സിലായല്ലോ. അവര് വരികയാണെങ്കിൽ ഫോട്ടോ എടുക്കണം, എന്നിട്ട് ഈ നമ്പറിലേക്ക് അയച്ചു തരണം. നോട്ട് ചെയ്തോ? എനിക്കൊരു ആപത്തും ഉണ്ടാവരുത്. ഒന്നും സംഭവിക്കില്ല. കളക്ടറല്ലേ കൂടെ ഉള്ളത്. താൻ ധൈര്യമായിട്ടിരിക്കും. അവര് CBI ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ മാറി മാറി ചോദിച്ചു. കുറെ ഞാൻ പിടിച്ചിരുന്നു. പക്ഷേ ഇനി ഒരിക്കൽ കൂടി വന്നാ എനിക്കിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിറ്റപ്പ, ഇവന്റെ ഈ പേടിയൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി? പോലീസിന്റെ പല വഴിയുണ്ട്, പക്ഷെ അതൊന്നും ഇവൻ താകത്തില്ല. ഞങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ നിനക്കും ഗുണവാ, ഞങ്ങൾക്കും ഗുണവാ. അതല്ല കുരുത്തക്കേട് പരിപാടിയായിട്ട് ഇടങ്കോല് വെക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ കാണങ്കാലി ഞാൻ തല്ലി പിടിക്കും. കുതുകാല് വെട്ടി ഞാൻ ദൂരെ കളയും. പിന്നെ നീ ഞൊണ്ടിയെ നടക്കും. സാറേ, ഞാൻ എടി കൊച്ചേ, ഇവനാ സത്യവാചകം നല്ല വെടിപ്പാടെന്ന് ചൊല്ലിക്കൊടുക്കുക. ഇവന് ദഹിക്കുമെന്ന് നോക്കട്ടെ. ദഹിച്ചില്ലേ പറഞ്ഞാ മതി. ഞാനേ ഇവന് ദഹിക്കാനുള്ള നല്ല നാട്ടുമരുന്ന് പറഞ്ഞു കൊടുത്തോളാം. കളക്ടറും കൂട്ടരും വന്ന് ചോദിച്ചില്ലേ ബോഡി കൊണ്ടുപോയവരെ നിനക്ക് എപ്പ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുമെന്ന്? കണ്ടാ തിരിച്ചറിയാൻ പറ്റുമെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പോകുക. അത് നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശുണ്ടാകുമെന്ന് വെക്കാം. അങ്ങനെയെങ്കിൽ ആ ബോഡി കൊണ്ടുപോയവരെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതില്ല, മുഖം ഓർമ്മയില്ലെന്ന് പറയും. അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ജീവിക്കണ്ടേ സാറേ? ജീവിക്കണം, പക്ഷേ കാശ് വാങ്ങി ചതിക്കാൻ നോക്കിയ അറിയാലോ എന്നെ. പിന്നാമ്പറം നോക്കി പിച്ചാത്തി കയറ്റി ഞാൻ. അവർ ഇനിയും വരും. അപ്പോ ഞങ്ങളെ കുറിച്ച് ഓർമ്മയില്ല. അതേ പറയാവൂ. കിട്ടോ? ശരി സാറേ. പിന്നെ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് ക്യാഷ് അക്കൗണ്ടിൽ വന്നിരിക്കും. റെഡി? പിന്നെ അല്ലാതെ. ഓ, എത്രയും പെട്ടെന്ന് കാർത്തികയെ അവിടുന്ന് മാറ്റണം. മാഡം, ചില നീക്കുപോക്കുകൾ മോർച്ചറിക്കാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അയാളിൽ ഒരു കള്ളലക്ഷണം എനിക്ക് സ്പോട്ടിൽ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാ സ്പൈ വർക്ക് വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞത്. മാഡം പറഞ്ഞതുപോലെ തന്നെ അയാൾ പ്രവർത്തിച്ചു. നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അയാൾ പോയത് മധുശ്രീയെ കാണാനാ. അത് കൃത്യമായി നമ്മൾ അവിടെ നിർത്തിയിരിക്കുന്ന ആൾക്കാർ തെളിവ് സഹിതം ഇൻഫോം ചെയ്തു. ഇപ്പൊ എല്ലാം വ്യക്തമായില്ലേ? മധുശ്രീയും ചന്ദ്രബോസും കൂടി ആ പെൺകൊച്ചിന്റെ ബോഡി മോർച്ചറിയിൽ നിന്നും കൊണ്ടുപോയത്. അത് പാലത്തിന് താഴെ കൊണ്ടുപോയി കത്തിച്ചതും അവരുടെ അറിവോടുകൂടി തന്നെയായിരിക്കും. എങ്കിൽ മോർച്ചറിയിലെ ജീവനക്കാരൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അയാളുടെ സമ്മതത്തോടു കൂടി തന്നെ ബോഡി അവിടുന്ന് കൊണ്ടുപോയത്. അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ അയാൾ ഒരു വെള്ളം കുടി കേസ്. കാശും കുപ്പിയുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യും. കേസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മധുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും റൂട്ടിലൂടെ തന്നെയാണല്ലോ മാഡം. അവരുടെ ലക്ഷ്യം വിഷ്ണുവേട്ടനെ അകത്താക്കുക, ജീവിതകാലം മുഴുവനും ജയിലിനകത്തിടുക. അവര് രണ്ടുപേരും കൂടി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ വിഷ്ണുവേട്ടനെ എങ്ങനെ അവരുടെ തന്ത്രങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ചന്ദ്രബോസ് കളിക്കുന്നത് അധികാരത്തിന്റെ ബലത്തിലാ. അത് പോയാൽ പിന്നെ അയാളില്ല. ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാര് പിന്നീട് ഒരു പരാതിയുമായി വന്നില്ലല്ലോ. അതിനെക്കുറിച്ച് അനു തിരക്കിയായിരുന്നു. ചന്ദ്രബോസിനെ ഒന്ന് പൂട്ടാനായിട്ട് ആ കേസ് ഒന്ന് നമുക്ക് കുത്തിപ്പൊക്കാനായ തൽക്കാലം അയാളൊന്ന് അടങ്ങിയേനെ.
ഒരു ചെറിയ തട. ആനകൾക്ക് പാപ്പമാര് തോട്ടി വെക്കില്ലേ, അതുപോലൊരു തോട്ടി ചന്ദ്രബോസിന് വെക്കാൻ ആ കേസ് ഒരു വഴിയാവുമായിരുന്നു. അത് ഞാൻ തിരക്കിയ കേസാ. ആ കേസ് തണുത്ത മട്ട. ഒന്നിനും ആരോടും പരാതിയില്ലാത്ത മട്ടില ആ അച്ഛന്റെ ഇപ്പോഴത്തെ സംസാരം. ഇവിടെ വന്നപ്പോഴുള്ള സങ്കടവും ഇല്ല. എങ്കിൽ ഒരു സംശയം വേണ്ട. ഒന്നുകിൽ ആ അച്ഛൻ ചന്ദ്രബോസിന്റെ ഭീഷണിയിൽ വീണു, അല്ലെങ്കിൽ പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി. ആ പെൺകുട്ടിക്ക് സഹോദരിമാരെങ്കിലും ഉണ്ടോ? 2 പേര് കൂടി ഉണ്ട്. എങ്കിൽ നല്ല ഒന്നാം തരം ഭീഷണി അവിടെ ചെന്നിട്ടുണ്ട്. പോയതോ പോയി. ഇനിയുള്ളവരെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ആ അച്ഛൻ കരുതി കാണും. ACPയോട് മത്സരിച്ചിട്ട് ജീവിക്കാനാവില്ലെന്ന് തോന്നിക്കാണും. ഇയാൾ ഇങ്ങനെ കയറൂരി വിട്ട അത് ഈ സമൂഹത്തിനോട് തന്നെ ചെയ്യുന്ന വലിയൊരു ചതിയല്ലേ മാഡം? അനു, ചന്ദ്രബോസ് ഒരു പക്ക ക്രിമിനലാണ്. അയാൾക്ക് അങ്ങനെ ജീവിക്കാനാവും. അയാളുടെ കൂടെ മധുശ്രീയും കൂടി കൂടിയപ്പോ അവർക്കിപ്പോ ഇവിടെ എന്തും ചെയ്യാന്നായി. ഒന്നുകിൽ ഇവരെ നിയമത്തിന്റെ പിൻബലത്തിൽ പൂട്ടണം, ഇല്ലെങ്കിൽ ഇവര് തന്നെ എല്ലാം സ്വയം വെച്ചൊഴിയണം. അങ്ങനെ സ്വയം എല്ലാം വെച്ചൊഴിയാൻ ഒരാളും തയ്യാറാവില്ലല്ലോ, പ്രത്യേകിച്ച് അധികാരത്തിന്റെ ഗർവിൽ നിൽക്കുന്ന ഇവരെ പോലുള്ളവന്മാര്. മറ്റുള്ളവർക്ക് നാശം വിധിക്കുന്നവരെ സംരക്ഷിക്കണമെന്ന് ആരും പറയില്ലല്ലോ മാഡം. നാട്ടുകാർക്ക് ഭീഷണിയാവുന്ന തെരുവ് നായ്ക്കളെ നമ്മൾ എന്താ ചെയ്യുക? അതിനും വരുന്നില്ലേ മൃഗസംരക്ഷണം എന്ന് പറഞ്ഞു കുറെ പേര്. ശരിക്കും അവന് പറഞ്ഞത് കറക്റ്റ്. ബിവെയർ ഓഫ് ഡോഗ് എന്നല്ല പറയേണ്ടത്, ബിവെയർ ഓഫ് ചന്ദ്രബോസ് എന്ന് തന്നെ പറയണം. അത്രയ്ക്കും പ്രശ്നക്കാരനാണ് അയാള്, ഒരു പൊതുശത്രു. ഹലോ പ്രകാശ്, പറഞ്ഞോളൂ. അനുവാ. ഒരു കാറിൽ കുറച്ച് ആളുകൾ കാർത്തിയും കൊണ്ട് ഇങ്ങോട്ട് പോവാണ് മാഡം. ഏ ആ, ഒരു മിനിറ്റ്, ഞാനത് സ്പീക്കറിൽ ഇട്ടോട്ടെ. ആ, പറഞ്ഞോളൂ പ്രകാശ്. അവരുടെ രീതികളും മറ്റും കണ്ടിട്ട് എന്തോ കുഴപ്പമുള്ളതുപോലെ. കാർത്തി എന്തോ അപകടത്തിലാണെന്ന് തോന്നുന്നു മാഡം. എത്രയും പെട്ടെന്ന് അവിടുത്തെ ലൊക്കേഷൻ ഇട്ടതാ. നിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടോ ആ കാറ്? ഉണ്ട്. കാറിനെ ഞാൻ ഫോളോ ചെയ്യാം മാഡം. എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് കാറ്. ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ആ വണ്ടി മുന്നിൽ നിന്നും മിസ്സാവരുത്. അവളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഇല്ല, ഞാൻ ആ കാറിന്റെ പിന്നാലെ തന്നെയുണ്ട്. ശരി മാഡം. രാമേട്ടാ, വേഗം. മോളെ മനസ്സിലായി.
നമുക്ക് ഓരോ കരിക്ക് പിടിച്ചാലോ? എന്നാ എവള് അവൾ ഉറങ്ങി, നീ ഇറങ്ങിക്കോ. ആ ഹലോ പ്രകാശ്, പറഞ്ഞോളൂ. അവളിറങ്ങി ഓടി. എവിടെ? കാർത്തിക വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി, അവരും പിന്നാലെ ഓടി. ദേ ആ വഴിയാ പോയത്. വന്നേ. ആ വഴി തന്നെയല്ലേ പോയത്? അതെ. ഉറപ്പാണോ? അതെ. പോണം. അവൾ ഇവിടെ എവിടെയുണ്ട്. ഇനി അവളെ ജീവനോടെ വെച്ചേക്കരുത്, അത് നമുക്ക് അപകടമാണ്. വാ. അവള് നിക്കടി അവിടെ. ഓടരുത്. ഷൂട്ട് ചെയ്ത ശബ്ദമല്ലേ കേട്ടത്?
അവൾ വെടികൊണ്ട് കണക്ട് വീണു. വാ നമുക്ക് രക്ഷപ്പെടാം. നോക്കണ്ട, നീ വാ.